എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ എന്നും വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യത്തെ ടിപ്പ്, ഇത് നമ്മുടെ പഞ്ചസാര പാത്രമാണ്. നമ്മളെല്ലാവരും നേരിടുന്നൊരു പ്രശ്നമായിരിക്കും ഈ ഒരു പഞ്ചസാര പാത്രം എത്ര തന്നെ മൂടിയിട്ട് അടച്ച് ഉറപ്പിച്ച് വെച്ചാലും ഉറുമ്പ് കയറുന്നത്. അങ്ങനെ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാസ്ലിനാണ്. പക്ഷേ കയ്യിലേക്ക് അല്പം വാസ്ലിനാക്കി കൊടുക്കുക, കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ പഞ്ചസാരേനെ മൂടിയിടുന്ന ഈ ഒരു വരിയില്ലേ അതിൻ്റെ അവിടെയായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഒറ്റ പ്രാവശ്യം നമ്മൾ കയ്യിലാക്കിയിട്ട് തേച്ച് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ജന്മത്തുറുമ്പ് ഈ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ അടുത്തേക്ക് പോലും വരില്ല കേട്ടോ. ഇങ്ങനെ ഉറുമ്പ് കയറുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഇത് 3-4 ദിവസം മുമ്പ് വാങ്ങിയിട്ടുള്ള മുരിങ്ങക്കായാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ചുക്കി ചുളിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഇതേപോലെ അപ്പടി കിട്ടത്തില്ല, അതുപോലെ കട്ട് ചെയ്തിട്ടായിരിക്കും തരിക. എങ്ങനെ തന്നാലും ഒരു 2 ദിവസത്തെ കൂടുതൽ മുരിങ്ങക്കായ് ഫ്രിഡ്ജിലും ഇരിക്കില്ല, ചുളിഞ്ഞു പോവും. അങ്ങനെ ചുളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു മുരിങ്ങക്കായ ആദ്യം തന്നെ കഷ്ണങ്ങളാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ കേട്ടോ കാണിച്ചിരുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വേണ്ട വലിപ്പത്തിൽ, കറിയിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ട വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലേക്ക് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 3-4 തുള്ളി വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. എല്ലാ കഷ്ണത്തിലും എത്തുന്ന രീതിക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഇത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. 2 ആഴ്ചയിലധികം നമുക്കിത് കേടുകൂടാതെ ചുക്കിച്ചുളിഞ്ഞൊന്നും പോവാതെ കിട്ടും കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് വെക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മുരിങ്ങാക്കായി ചുക്കിച്ചുളിഞ്ഞ് പോകുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഈ ഒരു ടിപ്പ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 2 ആഴ്ചയിലധികം ഉറപ്പായിട്ടും കിട്ടും. ഞാനത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതിപ്പോൾ നെയ്യിൻ്റെ പാത്രമാണ്. ഈ ഒരു നെയ്യ് ഉരുക്കാതെ കട്ടയോടെ തന്നെ നമ്മളൊരു സ്പൂണിൽ കോരുമ്പം പിന്നെ അത് നമ്മൾ പാനിലേക്ക് ഇടുമ്പം ഒരു 2-3 സ്പൂണിൻ്റെ നെയ്യ് ഉണ്ടാവും ഒരു സ്പൂണിൽ എടുക്കുമ്പോൾ. അപ്പം ഈ ഒരു നെയ്യ് ഒരു സ്പൂണെ അളവിൽ തന്നെ എടുക്കാൻ പറ്റിയിട്ട് ഈ ഒരു സ്പൂൺ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് കോരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്പൂണ് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നെയ്യ് കോരി നോക്കിയാൽ നമുക്ക് വേണ്ട അളവിൽ തന്നെ നെയ്യ് കിട്ടും. നെയ്യ് ഈ ഒരു ഭരണീൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഉരുക്കിയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം നെയ്യും ചിലവാകില്ല, നമുക്ക് വേണ്ട അളവിൽ തന്നെ എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടയായിട്ടുള്ള നെയ്യൊക്കെ കോരുന്നവർ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരപ്പെടും. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ചായയൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ഒരു ഫ്ലാസ്ക്കാണ് കേട്ടോ. അപ്പം ചായയൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കുറേ നമ്മൾ ഒഴിച്ച് വയ്ക്കുമ്പോൾ ചായക്കറിയൊക്കെ പിടിച്ചിരിക്കും. ഈ ഒരു ബോട്ടിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ കൈയോ കടത്തിയിട്ടൊന്നും ഇത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഫ്ലാസ്കൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. അരിമണി എടുത്തിട്ട് ഈ ഒരു ഫ്ലാസ്കിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യമായിട്ടുള്ളത് നല്ല തിളയ്ക്കുന്ന വെള്ളമാണ്. ഈ ഒരു ഫ്ലാസ്ക് അത്യാവശ്യം വലുതായതിനെ കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നല്ല ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസ് പേപ്പർ തന്നെ എടുക്കണം. ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് കേട്ടോ. നമുക്ക് കണ്ണാടി ആയാലും അതേപോലെ തന്നെ ഗ്ലാസ് ടൈപ്പൊക്കെ മിററും പിന്നെ നമ്മളെ വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ന്യൂസ് പേപ്പർ നല്ല ഉപകാരപ്പെട്ടൊരു സാധനമാണ്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഫ്ലാസ്കൊക്കെ ക്ലീൻ ചെയ്യാനും ഏറെ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു പകുതിയോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട. അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് നേരെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം കാണാം അതിൻ്റെ അകത്ത് നടക്കുന്ന അത്ഭുതം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളവും അരിയും പിന്നെ നമ്മളിട്ടിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ തുണ്ട് കടലാസൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിക്കുമ്പം തന്നെ ഒത്തിരി അഴുക്ക് വരുന്നുണ്ട്. ഈ ഒരു നമ്മൾ ചായേൻ്റെ കറിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഇളകിയിട്ട് വരുന്നതായിട്ട് ഈ ഒരു വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മുഴുവൻ കടലാസ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. അതിൻ്റെ അകത്തുള്ള ചായക്കറിയൊക്കെ നല്ല രീതിക്ക് ഇളകി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് കൈ കടത്തിയിട്ടൊന്നും കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ചായക്കറിയൊക്കെ അടിഭാഗത്തൊക്കെ നല്ലോണം കട്ടയ്ക്ക് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പോയിട്ടുണ്ട്. ഇതിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഫ്ലാസ്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കഴുകാതിരിക്കുക. നമ്മളിത് കഴുകി വൃത്തിയാക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അത് കുറേ കാലം നമുക്കിത് കേടാവാതെ കിട്ടും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്യാസൊക്കെ ഉപയോഗിക്കുമ്പം എന്തെങ്കിലും തിളച്ചൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബർണറിൻ്റെ ഉള്ളിലേക്ക് പോയി അതവിടെ ഉണങ്ങി പിടിച്ച് കരിഞ്ഞ് കിടക്കും. അങ്ങനെ കരിഞ്ഞ് കിടക്കുമ്പം ഇതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞു പോവും. കൂടാതെ ഒരു യെല്ലോ കളറ് ഫ്ലെയിം ആയിരിക്കും പിന്നെ വരുന്നത്. അപ്പം അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തിളച്ചൊക്കെ മറിഞ്ഞ് ഇതിൻ്റെ അതേ കറിയായാലും പാലായാലും അല്ലെങ്കിൽ അരിയൊക്കെ തിളച്ചിട്ടായാലും ഒക്കെ ഇതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് തിളച്ച് മറിഞ്ഞിട്ട് അതൊക്കെ കരിക്കട്ട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തിളച്ച് മറിഞ്ഞാൽ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളെ ഗ്യാസ് ഒത്തിരി ചിലവാകും. അപ്പം തന്നെ ഇത് ക്ലീൻ ചെയ്യണം. കൂടാതെ നമ്മൾ ഇങ്ങനെ തിളച്ചൊക്കെ മറിഞ്ഞ് ഇതിൻ്റെ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി കിടക്കുമ്പം പാറ്റ, പല്ലി പോലത്തെ പ്രാണികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ വീട് മൊത്തം നിറയും. അപ്പം ഇങ്ങനത്തെ രാത്രി സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോകുമ്പം ഇതേപോലത്തെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളൊക്കെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഉപകാരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു പൗഡറാണ്. അത് ഞാൻ ഈ ഒരു ഗ്യാസിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാറ്റി, പല്ലി പോലത്തെ പ്രാണികളൊന്നും ഗ്യാസിൻ്റെ അടുത്തേക്ക് വരില്ല കേട്ടോ. അങ്ങനത്തെ ഗ്യാസിൻ്റെ അടുത്തേക്ക് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അത് ദോഷകരമായിട്ട് ബാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പൗഡർ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പൗഡറിൻ്റെ സ്മെല്ല് കാരണം പാറ്റയും പല്ലിയൊന്നും വരില്ല. അതേപോലെ തന്നെ ഉറുമ്പിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സാധനമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പൗഡർ. പിന്നെ ഒരു ബഡ്സാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കരിഞ്ഞ് കിടക്കുന്ന ഈ ഒരു അവശിഷ്ടങ്ങളൊക്കെ ഒന്നെടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബഡ്സ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേറൊരു സാധനം ഇട്ടിട്ടൊന്നും പറ്റില്ലല്ലോ. പിന്നെ ബ്രഷ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്രഷ് ഇടുമ്പം നമ്മൾ ബ്രഷ് ഇട്ട് ഉരയ്ക്കുമ്പം അത് തെറിച്ചിട്ട് ഇവിടെ ഗ്യാസ് വരുന്ന ഈ ഒരു ഹോൾസിലേക്ക് പോയിട്ട് ഈ ഒരു ഹോൾസ് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബഡ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടൊരു തുണി വെച്ചിട്ടൊന്ന് അത് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസ് വരുന്ന ഈ ഒരു പമ്പിൻ്റെ അകത്തേക്ക് പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ അതവിടെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ അവശിഷ്ടങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഗ്യാസൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഒരു ബഡ്സിൻ്റെ കളർ നോക്കിക്കുക. പിന്നെ ഇങ്ങനെ അവശിഷ്ടമൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ തുരുമ്പും പിടിച്ചു പോകും. പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ ഒരു ലൈറ്ററിൻ്റെ മുകളിൽ തുരുമ്പ് പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ്. അങ്ങനെ ലൈറ്ററിൻ്റെ മുകളിൽ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ബേക്കിംഗ് സോഡേൻ്റെ അകത്തേക്ക് കോൾഗേറ്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് വേണ്ടത്. വെള്ള കോൾഗേറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇതിപ്പം വെള്ള ഇവിടെ ഇല്ല, ഞാൻ ബ്ലൂ കളർ കോൾഗേറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് വിനാഗിരിയാണ്. നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ഈ ഒരു സിർക്ക, അതും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഈ ഒരു മൂടി അളവിൽ മതിയാവും. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. വിനാഗിരി ഒഴിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ലൈറ്ററല്ല, വേറെ നമ്മളെ കുക്കറിൻ്റെ അടിഭാഗമൊക്കെ കറയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഇത് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അതേപോലെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പം തുരുമ്പൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനിതൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ലൈറ്ററിന് മുകളിലേക്ക് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലുള്ള തുരുമ്പൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഭാഗം തേച്ച് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലുള്ള തുരുമ്പൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുള്ള ലൈറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ തുരുമ്പൊക്കെ പോയിട്ടുണ്ട്. മുഴുവനായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ട് ഇത് തുടച്ചാൽ ഞാൻ മതി കേട്ടോ. പിന്നെ വെള്ളമാകാതെ ശ്രദ്ധിക്കുക. വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റർ കത്തില്ല കേട്ടോ. അധികം വെള്ളമാക്കിയിട്ട് തുടയ്ക്കാതിരിക്കുക. അതിൻ്റെ ഉള്ളിൽ തുള്ളി വെള്ളം പോയാൽ മതി, പിന്നെ ലൈറ്റർ കത്തില്ല കേട്ടോ. പിന്നെ പുതിയത് വാങ്ങിക്കേണ്ടി വരും. അപ്പം അധികം വെള്ളമാക്കാതെ തുടയ്ക്കുക. അതേപോലെ തന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ അത് തുടച്ചെടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു തുരുമ്പ് പിടിച്ച ലൈറ്റർ ഈ ഒരു രീതിക്ക് നല്ല പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്.
പിന്നെ നമ്മൾ ലൈറ്റർ ഇങ്ങനെ വെക്കുമ്പോൾ വീട്ടിൽ ലൈറ്റർ നമ്മൾ ഗ്യാസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെയാണല്ലോ വെക്കുക. അതേപോലെ തന്നെ ലൈറ്ററിനെ കിടത്തിയിടുകയാണ് ചെയ്യുക. ആ സമയത്ത് ലൈറ്റർ പിന്നെ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പം ഗ്യാസിൽ സാധനം വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം അടിച്ചു നോക്കേണ്ടി വരും. ഒരു പ്രാവശ്യം ഒന്ന് കത്തണമെങ്കിൽ അത്രയും സമയം നമുക്ക് അവിടെ ഗ്യാസ് ചിലവായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഒറ്റയടിക്ക് തന്നെ ഈ ഒരു ലൈറ്റർ കത്താൻ വേണ്ടിയിട്ട് ലൈറ്റർ എവിടെയെങ്കിലും ഇതേപോലെ ചാരി വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കി വയ്ക്കുക. അപ്പം ഒരു പ്രാവശ്യം തന്നെ നമ്മൾ കത്തിക്കുമ്പോൾ അത് കത്തിക്കോളൂ കേട്ടോ. അതല്ല ലൈറ്റർ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ കിടത്തി വെക്കുകയാണെങ്കിൽ ലൈറ്റർ പെട്ടെന്ന് തന്നെ കേടായി പോവും. ഒരു 3-4 അടിയെങ്കിലും നമ്മൾ അടിക്കേണ്ടി വരും അതൊന്ന് കത്തണമെങ്കിൽ. അപ്പം ഇന്ന് പറഞ്ഞ എല്ലാ ടിപ്പും എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്